الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും നമ്മുടെ സ്രഷ്ടാവുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൽ പകർത്തിയും പാലിച്ചും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെടുന്ന പഠിപ്പുകളിൽ പെടാൻ പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഒരുപാട് തവണ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് ഞാൻ അവസാനമായി ഓതിവെച്ച ആയത്ത്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ, ഞങ്ങളെ നയിക്കണമേ എന്ന്. അല്ലാഹുവേ, നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ, അതായത് നിഅമത്ത് ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ, അതല്ലാത്ത പല വിഭാഗവുമുണ്ട്. അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായവർ, അള്ളാഹു ശിക്ഷിച്ച ആളുകൾ, അള്ളാഹുവിൻ്റെ ഹിദായത്തിലേക്ക് എത്തപ്പെടാത്ത ആളുകൾ, അവരൊന്നുമല്ലാത്ത ഏറ്റവും മഹിതമായ ഹിദായത്തിൽ എത്തിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായവർ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വഴികേടിലായവർ, അവരൊക്കെയും യഥാർത്ഥത്തിൽ നഷ്ടക്കാരാണ്. അള്ളാഹുവിൻ്റെ ഹുദ അനുസരിച്ചായിരുന്നില്ല അവരുടെ ജീവിത ശൈലികൾ. അവരുടെ വിശ്വാസവും അവർ നിരന്തരം തേടിക്കൊണ്ടിരുന്ന ആരാധ്യന്മാരും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ദീനിന് വിരുദ്ധരായവരായിരുന്നു. ആയതുകൊണ്ട് തന്നെ അതൊന്നുമല്ലാത്ത
ഏകനായ റബ്ബിനെ ആരാധിക്കുന്ന, അവന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്കറിയാം, വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യാസ്തിത്വം തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ, ദുഷ്ടതയും സൂക്ഷ്മതയും, ഇത് രണ്ടും അല്ലാഹു എല്ലാവരുടെ മുന്നിലും പടച്ചിട്ടുണ്ട്. ആ രണ്ടും തന്നെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ജീവിതത്തിൽ ദുഷ്ടതയും അതേപോലെ തന്നെ സൂക്ഷ്മതയും. എന്നാൽ ഒരു വിഭാഗം ആളുകളുണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിച്ചവർ. അമ്പിയാക്കൾ അതിൽപ്പെട്ടവരാണ്. അമ്പിയാക്കളുടെ അഹ്ലുകാർ അതിൽപ്പെട്ടവരാണ്. സഹാബാക്കൾ, സച്ചരിതരായ ആളുകൾ, ഷഹീദുകൾ. സഹാബാക്കളും ഷഹീദുകളും തബഉത്താബിഈങ്ങളുമെല്ലാം ആ ഒരു ഗണത്തിലേക്ക് ചേർന്നവരാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകളുണ്ട് ഫുജൂറിൽ മാത്രം ജീവിതം കഴിച്ചു കൂട്ടുന്ന ആളുകൾ. അവരുടെ വിശ്വാസം നോക്കിയാൽ ദുർബലതകളുണ്ട്, അപകടങ്ങളുണ്ട്. അവരുടെ ആചാര മര്യാദകളിൽ ഇസ്ലാമുമായി ബന്ധമല്ലാത്ത പലതുമുണ്ട്. ഞാൻ ഈ ഖുതുബ പറയുമ്പോൾ നമ്മളൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന്, നമ്മളൊക്കെ ഏത് വിഭാഗത്തിലായിരിക്കുമെന്നും നമ്മളൊക്കെ ഏത് വിഭാഗത്തിൽ പെടരുത് എന്നുമുള്ള ആലോചനകളും തീരുമാനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു വിഭാഗം ആളുകൾ കനത്ത ഫുജൂറിലായിരിക്കും, അവർ എപ്പോഴും ദുഷ്ടതയിലായിരിക്കും. അവരുടെ സ്വഭാവം കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതുപോലെ വളരെ മോശമായിരിക്കും. അവരുടെ ആചാരങ്ങളും ഇടപാടുകളും മര്യാദകളും, അവരുടെ സ്വകാര്യതയും അവരുടെ രഹസ്യവും പരസ്യവും, അവരുടെ ഉള്ളും പുറവും എല്ലാം ഫുജൂറിലായിരിക്കും. എന്നാൽ ഇവിടെ ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ അടിമ, അവൻ സദാസമയവും അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ചൊവ്വായ മാർഗത്തിൽ എന്നെ നയിക്കണമേ എന്ന്. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾ ഹറാമിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട് അവർ അള്ളാഹുവിനെ മറന്നു കഴിഞ്ഞാൽ. ആളുകൾ സുരക്ഷിതരാവാനുള്ള സാധ്യതയുണ്ട് അവർ നമസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായി നമസ്കാരം മ്ലേച്ഛവും മോശവുമായ സംഗതികളിൽ നിന്ന് നമ്മളെ തടയുന്നു എന്ന്. നമസ്കാരം മാത്രം മതി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മളെ തടയാൻ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ ഹുദ, സന്മാർഗത്തിലെത്തുക എന്നത് പ്രധാനമാണ് എല്ലാ വിഷയത്തിലും. ചില ആളുകൾ വിശ്വാസത്തിൽ റെഡി ആയിട്ടുണ്ടാകും, കർമ്മങ്ങളിൽ അവർ പരാജിതരായിരിക്കും, അവർ സന്മാർഗത്തിലെത്തിയിട്ടുണ്ടാകില്ല. ചില ആളുകൾ വിശ്വാസത്തിലും കർമ്മങ്ങളിലും റെഡിയായിരിക്കും, സ്വഭാവങ്ങളിലും ഇടപാടുകളിലും അവർ റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെയാണോ പരാജയപ്പെട്ടിരിക്കുന്നത്, ഏത് മേഖലയിലാണോ അവർക്ക് പോരായ്മയുള്ളത്, ആ ഭാഗവും കൂടി അവർ കൃത്യമാക്കാൻ വേണ്ടിയിട്ടാവണം അവരുടെ ഈ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, കേവലം മനസ്സ് നിശ്ചലമായിക്കൊണ്ട് അശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയല്ല പ്രിയപ്പെട്ടവരെ. അത് നമ്മളെല്ലാവരും അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ് കൈകെട്ടി നമസ്കാരം തുടങ്ങി അവിടെ വെച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ്. അതിന്റെ മുമ്പ് പ്രാരംഭത്തിൽ പല പ്രാർത്ഥനകളുമുണ്ട്. ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇതെല്ലാം നമ്മൾ പറഞ്ഞതിന് ശേഷം വരുന്ന ഏറ്റവും മഹത്തരമായ പ്രാർത്ഥനയാണത്. അത് നമ്മൾ ബോധപൂർവം അർത്ഥസഹിതം ഏറ്റവും നല്ല മാനസികമായ ആവശ്യമായി അത് അള്ളാഹുവിനോട് പറയുക എന്നത് പ്രധാനമാണ്. എങ്കിലാണ് നമ്മളുടെ കേടുപാടുകൾ വന്ന ഭാഗത്ത് നിന്ന് ആ പരിക്കുകളെ നമുക്ക് നീക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മക്കയിലെ പീഡനങ്ങളും വേദനകളും സഹിക്കാൻ കഴിയാതെ അബ്സീനിയയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ഒരു പറ്റം ആളുകൾ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അവരുടെ പ്രയാസങ്ങളും അവർ സഹിച്ച വേദനകളൊക്കെ നമ്മൾ കേട്ടതാണ്. അങ്ങനെ അവിടെ അബ്സീനിയയിലേക്ക് എത്തി. നജാശി എന്ന നസ്രാണിയായ രാജാവിന്റെ മുന്നിലേക്കാണ് അവർ ചെല്ലുന്നത്. അദ്ദേഹം അവർക്ക് അഭയം നൽകി. മക്കയിലെ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവർ അവർ എന്ത് ചെയ്തു? ഇവരെ പുറത്താക്കണമെന്ന് നജാശിയോട് ആവശ്യപ്പെട്ടു. ഈ വന്നിരിക്കുന്ന സംഘത്തെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അഭയം കൊടുക്കരുത്. അവരെ നിങ്ങൾ വിട്ടേക്കണം. ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് പോയവരാണ് അവർ. നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. അവർ നിർബന്ധമായിട്ട് അവരെ പുറത്താക്കണം. നമ്മൾ കൊണ്ടുവന്ന പണ്ടേ നമ്മളെ പൂർവികരായ ആളുകൾ, നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ പറയാറുണ്ട്, ചില ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോൾ പണ്ടേ ഉള്ളതല്ലേ അത്, നിങ്ങളിപ്പോൾ പുതിയത് വന്നതല്ലേ. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പഴക്കം
ഏറ്റവും പുതിയത് എന്ന് പറയുന്ന ആളുകൾക്കാണ്. ആളുകൾ പറയും നിങ്ങൾ പഴയയിലേക്ക് കൊണ്ടുപോവാണ്, 100 വർഷത്തെ പിറകിലേക്ക് കൊണ്ടുപോവാണ്, നിങ്ങൾ പഴഞ്ചനാണ് എന്നൊക്കെ ആളുകൾ പറയും. ഇപ്പൊ പുരോഗതിയാണ്, ഇപ്പൊ ന്യൂജനാണ് എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ 50-100 കൊല്ലം പിന്നിലേക്കല്ല നമ്മൾ കൊണ്ടുപോകേണ്ടത്. 1445 വർഷം പിന്നിലേക്ക് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഈ സമുദായത്തെ. ഞാൻ ആവർത്തിക്കുകയാണ്, 1444 വർഷം പിറകിലേക്ക് ആ പഴഞ്ചൻ എന്ന ആളുകൾ കളിയാക്കുന്ന ആ ഏറ്റവും പ്രൗഢമായ ആദർശത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഒരു സംശയവുമില്ലാതെ അതിൽ എന്താണ്, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതിന്റെ ഇരുട്ട്, അതിന്റെ രാത്രി പകലിനേക്കാൾ പ്രക്ഷോഭിതമാണ്. നിങ്ങൾക്കറിയാഞ്ഞിട്ടാണത്. നമ്മൾ അടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ, നിങ്ങൾ നോക്ക്, സമ്പത്താണ് മനുഷ്യന്റെ ഏറ്റവും ദുനിയാവിലെ സൗകര്യം എന്ന് വിചാരിക്കുന്ന ആളുകൾ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവർ സന്തോഷത്തിലല്ല. മക്കളാണ് ഏറ്റവും മനോഹരം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് മക്കളുണ്ട്. ആ മക്കളുള്ള ആളുകൾ എല്ലാവരും എന്തല്ല, സമ്പൂർണ്ണ സായുജ്യരല്ല ഒരിക്കലും. അതേപോലെ തന്നെ പദവികളാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പറുദീസ തീർക്കുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും അത് അഭികാമ്യമായി തോന്നിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ലൈസൽ ഗൈന അൻ കസറത്തുൽ അർദ് വലകിന്നൽ ഗൈന ഇനൻ നഫ്സ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സമ്പത്തിന്റെ ആധിക്യമല്ല സമാധാനം, മറിച്ച് സമ്പൂർണമായ മാനസികമായ ശാന്തി, അതാണ് സമാധാനം, അതാണ് ഇസ്ലാം എന്നതിന്റെ സിൽമ് എന്നതിന്റെ പൊരുളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഒരു പറ്റം ആളുകൾ നജ്ജാശിയുടെ ആ രാജാവിന്റെ അടുക്കലേക്ക് എത്തി. ആ സമയത്ത് അദ്ദേഹത്തെ അവരെയൊക്കെ പുറത്താക്കണമെന്നുള്ള വലിയ പ്രഷർ പുറത്തുനിന്ന് വന്ന സമയത്ത് നജ്ജാശി യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർക്ക് സംസാരിക്കാനുള്ള അവസരം അദ്ദേഹം നൽകുകയാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാൻ പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായ മഹാനായ സ്വഹാബി അബൂ താലിബിന്റെ മകൻ അലി ഇബ്നു അബീ താലിബിന്റെ സഹോദരൻ ജഅഫർ ഇബ്നു അബീ താലിബ്, അദ്ദേഹമായിരുന്നു സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ പറയൂ. ഒരു വിഭാഗം ആളുകൾ മക്കയിൽ നിന്ന് പ്രവാചകനെയും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിശ്വസിച്ച ആളുകളെയും വല്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോ അവർ അബസീനിയയിലേക്ക് വന്നതാണ്. അവിടുത്തെ രാജാവിന്റെ അടുക്കലേക്ക് അഭയം പ്രാപിച്ചു. പ്രവാചകനാണ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞത്. അദ്ദേഹം നീതിമാനാണെന്നും അദ്ദേഹത്തിലേക്ക് നിങ്ങൾക്ക് അഭയം ലഭിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ കാരണത്താലാണ് അവർ പോയത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. അദ്ദേഹം നജ്ജാശിയോട് എന്താണ് ഞങ്ങളുടെ ദീൻ, ഞങ്ങളെല്ലാവരും വലാലത്തിലായിരുന്നു. അദ്ദേഹം അവരെത്തപ്പെട്ട സാഹചര്യവും അവരുണ്ടായിരുന്ന സ്ഥിതിഗതികളും വിശദീകരിക്കാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്ന ഹിദായത്തിന്റെ മാർഗം നജ്ജാശിയോട് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കാൻ തുടങ്ങി. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തന്റെ മുസ്നദിൽ ചരിത്ര പ്രസിദ്ധമായ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അയ്യുഹൽ മലിക്, ഓ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ലി ജാഹിലിയ്യ നഅബുദുൽ അസ്നാം വനഅകുലുൽ മൈതത വനഅതി വൽ ഫവാഹിഷ്. ഏ രാജാവേ, ഞങ്ങൾ ജാഹിലിയത്തിലായിരുന്നു. ജാഹിലിയത്തിലായിരുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുകയും ശവങ്ങൾ ഭക്ഷിക്കുകയും വൃത്തികേടുകൾ ചെയ്യുകയും ചെയ്യുന്ന വിഭാഗമായിരുന്നു. വനഖ്തഉൽ അർഹാം, കുടുംബബന്ധം മുറിക്കുകയും വനുസീഉൽ ജിവാർ, അയൽവാസികളോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നവരായിരുന്നു. യഅകുലുൽ ഖവിയ്യുൻ അൽ-ലഗീഫ്, ഞങ്ങളുടെ പ്രബലർ ദുർബലരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന വിഭാഗമായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത ജാഹിലിയത്തിൽ ജീവിച്ചവരായിരുന്നു. ഫകുന്നാ അലാ ദാലിക് ഹത്താ ബഅതല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ, അങ്ങനെയായിരിക്കെ ഞങ്ങളിൽ നിന്നുള്ള ഒരാളെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാക്കി അല്ലാഹു എന്ത് ചെയ്തു, നിയോഗിച്ചു. നഅലിഫു നസബഹു വസിദ്ഖഹു വഅമനതഹു വഅഫാഫഹു, ആ റസൂലിന്റെ കുടുംബം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. ഖുറൈശി തറവാട്ടിലെ ഏറ്റവും പ്രബലരായ ദമ്പതികളിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത്. നമുക്കൊക്കെ തോന്നും പെട്ടെന്ന് ആ കൂട്ടത്തിലെ ഏറ്റവും മോശമായ ഒരു കുടുംബത്തിലെ ഒരാളെ റസൂലാക്കുകയല്ല. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു. അബൂബക്കർ സിദ്ദീഖിന്റെ കാര്യത്തിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാര്യത്തിലുമെല്ലാം അവരുടെ ജാഹിലിയത്തിലും അവരെന്തായിരുന്നു, മാന്യന്മാരായിരുന്നു. നമുക്കും ഇന്നറിയാം, ഇസ്ലാമിൽ ഇല്ലാത്ത പല ആളുകളും നമ്മളുടെ അളവുകോളിൽ അവരുടെ സ്വഭാവത്തിൽ, മര്യാദകളിൽ, ഇടപാടുകളിൽ മാന്യന്മാരായിരുന്നു.
ഇവരുടെ കാര്യത്തിൽ അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും വേരുള്ള, ഏറ്റവും കാമ്പുള്ള കുടുംബത്തിലുള്ള ആളുകളെയാണ് റസൂലുമാരാക്കാനും സഹാബാക്കളാക്കാൻ, ഹിദായത്ത് നൽകാൻ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവരിൽ വിശ്വസിച്ച സഹാബാക്കളിൽ വരെ നമ്മൾ തെരഞ്ഞു പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം വിശ്വസിച്ച ആളുകളെല്ലാം പ്രബല കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ആ റസൂലിന്റെ കുടുംബം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ സത്യസന്ധത ഞങ്ങൾക്കറിയാം. പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് ആ നാട്ടുകാർ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന ആ റസൂലിനെ പറ്റി ജാഫർ ഇബ്നു അബീ ത്വാലിബ് വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ ചാരിത്ര ശുദ്ധി വരെ നമുക്കറിയാമായിരുന്നു. ഫദഅനാ ഇലല്ലാഹ് ലിനുവഹിദഹു വനഅബുദഹു മാ കുന്നാ നഅബുദു നഹ്നു വആബാഉനാ മിൻ ദൂനിഹി മിനൽ ഹിജാറതി വൽ ഔസാൻ. അങ്ങനെ അല്ലാഹുവിലേക്ക് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനും ഞങ്ങളുടെ പൂർവികർ ആരാധിച്ചു പോന്ന ഈ ബിംബങ്ങളെയും കല്ലുകളെയും ഒഴിവാക്കാനും ഞങ്ങൾ അദ്ദേഹം ഉപദേശിച്ചു. വഅമറനാ ബിസുദ്ഖിഹി അൽ ഹദീസ്, സത്യം പറയണമെന്നും, വഅദാഇൽ അമാന, വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്നും, വസിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കണമെന്നും, വഹുസ്നുൽ ജിവാർ, അയൽവാസിയോട് ഏറ്റവും മാന്യമായ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണമെന്നും, അങ്ങനെ വൽ കഫിൽ അനിൽ മഹാരിം, അല്ലാഹു പവിത്രമാക്കിയ രക്തം ചിന്തരുതെന്നും, വദ്ദിമാ, രക്തം ചിന്തരുതെന്നും, വനഹാന അനിൽ ഫവാഹിഷ്, വൃത്തികേടുകൾ ചെയ്യരുതെന്നും, വഖൗലി സൂർ, മോശമായ വാക്കുകൾ പറയരുതെന്നും, വഅക്ലി മാലൽ യതീം, അനാഥകളുടെ ഭക്ഷണം അന്യായമായി തിന്നരുതെന്നും, വഖദ്ഫിൽ മുഹ്സന, നല്ലവരായ സ്ത്രീകളെ പറ്റി അപവാദം പറയരുതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു. ഈ പറഞ്ഞിരിക്കുന്ന റസൂൽ ഇതൊക്കെയും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഞങ്ങൾ ജാഹിലിയത്തിലായിരുന്നു. ഞങ്ങൾ ശവങ്ങൾ തിന്നുകയും കല്ലുകളെയും ബിംബങ്ങളെയും ഒക്കെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു. ഞങ്ങളെ വിളിച്ചിട്ട് ഇതെല്ലാം പറഞ്ഞു തന്നു. ഏകനായ ഒരു സൃഷ്ടാവിനെ പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അതിൽ ഒന്നിനെയും പങ്കു ചേർക്കരുതെന്നും, നമസ്കാരവും അതേപോലെ സകാത്തും നോമ്പും നിങ്ങൾ നിർവഹിക്കണമെന്നും അനുഷ്ഠിക്കണമെന്നും, ഇസ്ലാം. അങ്ങനെ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച എല്ലാം ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു. ഫസദ്ദഖനാ, അങ്ങനെ ആ റസൂലിനെ ഞങ്ങൾ പിൻപറ്റുകയും വആമന്നാ ബിഹി വത്തബഅന അല്ലാഹു അലയ്യ മാ ജാഅ ബിഹി, ഞങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്ന ആ ആദർശം സ്വീകരിക്കുകയും ചെയ്തു. ഫഅബദന അല്ലാഹു വഹദഹു ഫലം നുശ്രിക ബിഹി ശൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കുന്നവരായി വഹറംനാ മാ ഹറമ അലൈനാ, അല്ലാഹു ഹറാമാക്കിയതെല്ലാം ഒഴിവാക്കുകയും വഅഹല്ലലനാ മാ അഹല്ലലനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതെല്ലാം ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഫഅദ അലൈനാ ഖൗമുനാ, ഈ മുസ്ലിമീങ്ങൾ ചെയ്തത് മോശപ്പെട്ട കാര്യമാണോ രാജാവേ എന്ന് ജാഫർ ഇബ്നു അബീ ത്വാലിബ്, ഫഅദ്ദബൂനാ വഫതനൂനാ അൻ ദീനിനാ, ഞങ്ങൾ ചെയ്തത് മോശപ്പെട്ട കാര്യമാണോ, വൃത്തികേടുകളാണോ, അതേപോലെ തന്നെ അല്ല മുന്തിയ നന്മകളല്ലേ അത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഏറ്റവും പുരോഗതിയുള്ള ആദർശം. പക്ഷേ നമ്മുടെ കൗം പലപ്പോഴും അതിൻ്റെ പേരിൽ എന്ത് ചെയ്തു, ഞങ്ങളോട് ശത്രുത കാണിച്ചു. ഇത്രയും നല്ല സംഗതിയിലേക്ക് ഞങ്ങൾ മാറി. ഞങ്ങൾ ഇത്രയും മനോഹര കുടുംബബന്ധമൊക്കെ പുലർത്തി, രക്തം ചിന്തുന്നത് മതിയാക്കി, അയൽവാസികളോട് ഞങ്ങൾ മാന്യമായി നിന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. എവിടെയാണ് പഴച്ചത് നിങ്ങൾ പറ. എന്നിട്ട് അവിടുത്തെ വിഭാഗം ആളുകൾ ഞങ്ങൾ ആക്രമിച്ചു. നജാശിയോട് ജാഫർ ഇബ്നു അബീ ത്വാലിബ് വൈകാരികമായി അത് പറഞ്ഞു. വഅൻ നസ്തഹില്ല മാ കുന്നാ നസ്തഹില്ല മിൻ ഖബായിസ്, അവന്റെ പടപ്പുകളെ ആരാധിക്കുവാൻ വേണ്ടി അവർ ഞങ്ങളെ നിർബന്ധിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് അവർ ഞങ്ങളെ പ്രയാസപ്പെടുത്തി. എന്നിട്ടോ ചെയ്തു നിർത്തിയ വൃത്തികേടുകൾ വീണ്ടും ചെയ്യുന്നതിലേക്ക് ഞങ്ങളെ അവർ പ്രേരിപ്പിച്ചു. ഞങ്ങൾക്ക് മേലെ ആധിപത്യം നേടിയപ്പോ, അവർ ഞങ്ങളെ അടിച്ചമർത്തിയപ്പോ, ഞങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നവരാണ് ഞങ്ങൾ. സുബ്ഹാനല്ലാഹ് എന്ന് ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് നജാശി ചോദിച്ചു, ഹൽ മഅക മിമ്മാ ജാഅ ബിഹി മിനല്ലാഹി മിൻ ഷൈ, ആ റസൂൽ കൊണ്ടുവന്ന വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നെ കേൾപ്പിക്കാൻ. ആ സമയത്ത് ജാഫർ ഇബ്നു അബീ ത്വാലിബ് ഓതി കാഫ് ഹാ യാ ഐൻ സ്വാദ്, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മറിയം എന്ന മനോഹരമായ സൂറത്താണത്. നിങ്ങൾക്കറിയില്ലേ, ഒരു ഹർഫ് ഓതിയാൽ 10 കൂലിയാണ്. ഒരക്ഷരത്തിൽ ആയത്തുണ്ട്, 2 അക്ഷരങ്ങളിലുണ്ട്.
3 അക്ഷരങ്ങളിലുണ്ട്, 4 അക്ഷരങ്ങളിലുണ്ട് അല്ലേ? എല്ലാം ഖാഫ് സ്വാദ് ഒരക്ഷരത്തിൽ, ഹാമീം 2 അക്ഷരത്തിൽ, അലിഫ് ലാം മീം 3 അക്ഷരത്തിൽ, അലിഫ് ലാം മീം സ്വാദ് 4 അക്ഷരത്തിൽ, കഫ് ഹാ യാ ഐൻ സ്വാദ് 5 അക്ഷരത്തിൽ, അങ്ങനെയൊക്കെ തുടങ്ങുന്ന വളരെ മനോഹരമായ ഹൃദയാരിയായ ആയത്തുകളുണ്ട്. അവിടെ നജ്ജാശി രാജാവിന്റെ മുന്നിൽ ഓതി കൊടുത്തു. ജാഫറിനറിയാം നജ്ജാശി രാജാവിന് ഓതി കൊടുക്കേണ്ട ആയത്തിനെ ജാഫർ ബിൻ അബി ത്വാലിബിന് അറിയാം. അത് കേട്ടപ്പോ നജ്ജാശി രാജാവ് കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾപ്പിക്കപ്പെട്ടാൽ ഹൃദയം നടുങ്ങുകയും കരയുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഹത്താ അഖ്ബല ലിഹ്യതുഹു, അദ്ദേഹത്തിന്റെ താടി നനയുവോളം അദ്ദേഹം കരഞ്ഞു. എന്നിട്ട് ജാഫർ ബിൻ അബി ത്വാലിബ് ഓതിയത് കേട്ടപ്പോൾ നജ്ജാശി പറഞ്ഞു, ഇന്ന ഹാദാ വല്ലാഹി വല്ലദീ ജാഅ ബിഹി മൂസ ലയഖ്റുജു മിൻ മിസ്ഖാത്തിൻ വാഹിദ്. നിങ്ങൾ ഈ ഓതിയതും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നതും ഒരേ വിളക്കുമാടത്തിലെ പ്രകാശമാണ്, ഒരേ മിസ്കാത്തിൽ നിന്നുള്ള വെളിച്ചമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത് ഇറക്കിയതെങ്കിൽ, അത് അല്ലാഹു ഇറക്കിയ ഖുർആനാണെങ്കിൽ ഫവല്ലാഹി ലാ ഉസ്ലിമഹും ഇലൈക്കും അബദാ. മുശ്രിക്കുകളോട് നജ്ജാശി പറഞ്ഞു, ഇവരെ ഒരിക്കലും എനിക്ക് നിങ്ങൾക്ക് വിട്ടുതരാൻ കഴിയില്ല. എന്നിട്ട് ആ നജ്ജാശി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഞങ്ങളുടെ ആദർശമെന്നും ഇതില്ലാത്ത കാലത്ത് ഞങ്ങൾ ഇങ്ങനെയാണെന്നും പറഞ്ഞു. ഞാനിതൊക്കെയും പറഞ്ഞതിനെന്നറിയും, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലുള്ള പരിക്കുകൾ നമ്മളുടെ ജാഹിലിയ്യത്തിലുണ്ടെങ്കിൽ, ഇപ്പം അതില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വിഭാഗത്തിലാണല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയും. നമ്മൾ ഈ പറഞ്ഞ ജാഫർ ബിൻ അബി ത്വാലിബ് പറഞ്ഞ ഈ ജാഹിലിയ്യത്തിന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ ഇന്നും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ജാഫർ ബിൻ അബി ത്വാലിബും സംഘവും നജ്ജാശി എന്ന മുശ്രിക്കായ അല്ലേ ബഹുദൈവ വിശ്വാസിയായ രാജാവ് അഭയം കൊടുക്കുകയും ഇത് കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത മനോഹരമായ ആദർശം നമ്മുടെ കൈകളിൽ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് ആ നജ്ജാശി രാജാവിന്റെ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ആ രാജ്യത്ത് നിന്ന് നജ്ജാശി രാജാവ് മരണപ്പെട്ടതറിഞ്ഞപ്പോ പ്രവാചകൻ ജനാസ നമസ്കാരം വരെ മക്കയിൽ വെച്ച് നിർവഹിച്ചു എന്നാണ്. അതിനെ പിന്നെന്താ പറയാ ചേർത്ത് നിർത്തിയിട്ടാണ് ആളുകൾ പലപ്പോഴും ഈ എന്താ പറയാ പ്രത്യക്ഷത്തിലില്ലാത്ത മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്ന ഏർപ്പാടുകളൊക്കെ മുസ്ലിം സമുദായം. യഥാർത്ഥത്തിൽ അത് ആവശ്യമില്ല. കാരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നജ്ജാശി രാജാവിന് വേണ്ടി മാത്രമാണ് അങ്ങനെ നമസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിർവഹിക്കൽ എല്ലാവർക്കും ബാധ്യതയുണ്ട് സമുദായത്തിൽ. ഒരാൾ മരണപ്പെട്ടാൽ അയാളെ ജനാസ നമസ്കരിക്കുക, മറവ് ചെയ്യുക എന്നുള്ളത് ബാധ്യതയാണ്. എന്നാൽ ആരെങ്കിലും നിസ്കരിച്ചാൽ എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തു. ഒരാളും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എല്ലാവർക്കും അതിനെന്തുണ്ട്? ശിക്ഷയുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ ഇല്ലാത്ത ആളുടെ ജനാസ നമസ്കരിക്കാനുള്ള തെളിവുകളായിട്ട് ആളുകൾ പറയാറുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച സഹാബാക്കൾ ഗോത്രത്തലവന്മാരുടെ അടുക്കലേക്ക് കത്തുകളുമായി അയച്ചിരുന്നു. ഹബീബ് ബിൻ സെയ്ദിനെ, അബ്ബാദ് ബിൻ മിശ്റിനെ, അതേപോലെ പ്രവാചകന്റെ ഖുറാഇകളായ സഹാബാക്കളെ ഓർമ്മയില്ലേ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പള്ളിയിൽ റസൂലുള്ളാഹിക്ക് സേവനങ്ങൾ നിർവഹിച്ച്, ആളുകൾക്ക് വേണ്ടി സേവനങ്ങൾ നിർവഹിച്ച് പള്ളിയിൽ തടിച്ചു കൂടിയ കുറച്ച് ആളുകളെ, ഒരു പറ്റം ആളുകളെ പ്രവാചകൻ പ്രബോധനത്തിന് അയച്ചപ്പോൾ ചതിച്ച് വട്ടമിട്ട് പിടിച്ച് കൊന്നിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ അൽ ഗഫാരി, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കാനായി ഗഫാർ ഗോത്രത്തിൽ നിന്ന് വന്ന സഹാബിയാണ്. എന്നിട്ട് പ്രവാചകൻ ആ മക്കയുടെ ഓരത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസുകൾ എടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കേൾക്കും. ഒരിക്കൽ സഹാബാക്കൾ വിളിച്ചു കൊണ്ടുവന്നു, പ്രവാചകൻ ഈ നാട്ടിലില്ലാത്ത ഒരാളിതവിടെ, ജുന്ദുബിന് ജുനാദ എന്നാണ് എന്റെ പേര് എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തി. അല്ല ജുന്ദേ, നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ 30 ദിവസമായി പ്രവാചകരെ ഞാൻ ഈ മക്കത്തുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നു താമസിച്ചത്? കഅബാലയം ചൂണ്ടിക്കൊണ്ട് ഈ ജുന്ദുബിന് ജുനാദ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഈ കഅബാലയത്തിന്റെ കില്ലയുടെ ഓരത്ത് ഇങ്ങനെ ഒളിഞ്ഞും പാർത്തും ജീവിച്ചതാണ് 30 ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഈ ജുന്ദ്? അബൂദർ അൽ ഗഫാരിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാമം, യഥാർത്ഥ നാമം ജുന്ദുബിന് ജുനാദ എന്നായിരുന്നു. ജുന്ദു പറഞ്ഞു, റസൂലേ, ഞാൻ ഇവിടുത്തെ സംസം കഴിച്ചിട്ടാണ് എന്റെ വിശപ്പും എന്റെ ദാഹവും തീർത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അങ്ങനെ അബൂദർ അൽ ഗഫാരി കലിമത്തു ഷഹാദ ചൊല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് നടത്തി. എന്നിട്ട് ഫസ്റ്റത്തെ ചോദ്യം ഇതാണ്, അർസിൽനി ദാഇയൻ ഇലാ ഖൗമി, അല്ലാഹുവിന്റെ റസൂൽ എന്റെ സമുദായത്തിലേക്ക് ദായിയായിട്ട് എന്നെ അയക്കൂ, ഞാൻ പോയിക്കോട്ടെ ഇത് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ. പ്രവാചകനിൽ നിന്ന് കൈ ഊരിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മക്കയുടെ പുറത്ത് 2 ബിംബങ്ങളെ ആരാധിക്കുന്ന സ്ത്രീകളെ കാണുക. അവിടെ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, പാടില്ല,
ഏകനായ രക്ഷിതാവിനെ പറ്റി, ഏകനായ സൃഷ്ടാവിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അവർ നിലവിളിച്ചു, ആളുകൾ കൂടി അബൂദർ അൽ ഗഫാരിയെ അടിക്കുകയും ചെയ്തു, വേദനിപ്പിച്ചു, സഹാബാക്കൾ എടുത്തു കൊണ്ടുപോയി എന്നൊക്കെയാണ് ചരിത്രം. ഞാനിത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും വിശ്വസിച്ച ഈ അബൂദർ അൽ ഗഫാരിയെ പലതവണയായി മക്കയിലെ മുശ്രിക്കുകൾ ആക്രമിച്ചു. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് എപ്പോഴും ചോരയുമായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരും. റസൂൽ പറഞ്ഞു, അബൂദറെ വളരെ ശ്രദ്ധിക്കണം, പക്വത വേണം. അബൂദറെ അപകടങ്ങളിൽ പെടരുത്, താങ്കൾ നിങ്ങളുടെ നാട്ടിലേക്ക് പൊയ്ക്കോളി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഗഫാർ ഗോത്രത്തിലേക്ക് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഗഫാർ ഗോത്രത്തിലേക്ക് കയറി ചെന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ അനീസിനെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. അനീസ് ഇസ്ലാം സ്വീകരിച്ചു. അനീസും അബൂദറും ഉമ്മയുടെ അടുക്കലേക്ക് പോയി ഇസ്ലാം പറഞ്ഞു കൊടുത്തു. ഉമ്മ സ്വീകരിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ അവർ കുടുംബത്തിലേക്ക് കയറി, അയൽവാസികളിലേക്ക് കയറി ഗഫാർ ഗോത്രം പൂർണ്ണമായും ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായി. അവിടുന്ന് തൊട്ടടുത്ത ഗോത്രമായ അസ്ലം ഗോത്രത്തിലേക്ക് പ്രവേശിച്ചു. അവരും ഇസ്ലാം സ്വീകരിച്ചു. ഇത് ഞാൻ പറയാൻ കാരണം, റസൂലുള്ളാഹി ഒരു യുദ്ധമുഖത്ത് സഹാബാക്കളോടൊപ്പം ശത്രുക്കളുടെ നീക്കങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴതാ ഒരു വലിയ സംഘം ആളുകൾ കുറച്ച് വെളിച്ചവുമായി ഇങ്ങനെ പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. ശത്രുക്കളാണെന്ന് വിചാരിച്ച് ജാഗ്രതയോടെ നിൽക്കുമ്പോൾ ഒരു മെലിഞ്ഞ കാലുള്ള ഒരു മനുഷ്യൻ മുന്നിൽ നടക്കുന്നു. അള്ളാന്റെ റസൂലെ, ഞാൻ അബൂദർ അൽ ഗഫാരിയാണ് എന്ന് പറഞ്ഞ് കയറി വന്നിട്ട് പറഞ്ഞതാ, ഈ എന്റെ പിറകിൽ വന്നിരിക്കുന്ന ഈ സംഘം അന്ന് എന്നെ വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ എന്നെ അയച്ചില്ല നാട്ടിലേക്ക്. ഞാൻ വിശ്രമിച്ചിട്ടില്ല പ്രവാചകരെ. ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക്, എന്റെ അനുജന്റെ അടുക്കലേക്ക് പോയി അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്ന മഹിതമായ ആദർശത്തെ കൃത്യമായി വരച്ചു പഠിപ്പിച്ചു കൊടുത്തപ്പോ എന്റെ അനുജൻ എന്റെ കൂടെ നിന്നു. ഞാനും എന്റെ അനുജനും കൂടി എന്റെ ഉമ്മാന്റെ അടുക്കലേക്ക് പോയി. ഉമ്മയും സ്വീകരിച്ചു. ഇവിടെ ഇതാ രണ്ട് ഗോത്രമാണ് എന്റെ പിറകെ വന്നിരിക്കുന്നത്, ഗഫാർ ഗോത്രവും അസ്ലം ഗോത്രവും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂദറെ, ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും വലിയ പ്രബോധനം, ഏറ്റവും വലിയ ജിഹാദ് നടത്തിയ മനുഷ്യരാണ് താങ്കൾ. ഈ അബൂദർ അൽ ഗഫാരി പിൽക്കാലത്ത് ഇതേപോലെ നാട്ടിലേക്ക് പോയി ഷാമിലെ വിജനമായ പ്രദേശത്തെ റബദ എന്ന സ്ഥലത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഒരു സഹാബിയും കൂടെ ഉണ്ടായിരുന്നില്ല. വഴിയാത്രക്കാരായ 3-4 ആളുകളാണ് അത്രേ ജനാസ നമസ്കരിച്ചതും സംസ്കരിച്ചതും എന്നൊക്കെയാണ് ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ആ അബൂദർ അൽ ഗഫാരിയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏകനായി വന്ന്, ഏകനായി മക്കയിൽ താമസിച്ച്, ഏകനായി ഇസ്ലാം സ്വീകരിച്ച്, ഏകനായി ഇസ്ലാമിന്റെ വെന്നിക്കൊടിയുമായി പ്രബോധനം നടത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ് അബൂദർ അൽ ഗഫാരി എന്ന്. ഞാനിത് പറഞ്ഞത്, ഈ അബൂദർ അൽ ഗഫാരിയും പ്രവാചകനും സഹാബാക്കളും ഇല്ലാത്ത നാട്ടിലാണ് മരണപ്പെട്ടത്. അവിടെയൊന്നും എന്തില്ല, അങ്ങനെ ഒരു നമസ്കാരം നമസ്കരിച്ചതായി ഒരു രേഖയിൽ നമ്മൾ കാണുന്നില്ല. ഞാനിത് പറഞ്ഞത് അങ്ങനെ ഇവിടെയൊക്കെയും ഈ നജ്ജാശി അടക്കമുള്ള ആളുകൾ മാറിയില്ലേ പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് നമ്മുടെ വിഷയം കിടക്കുന്നത്. ഹിദായത്ത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ ആർക്കും കിട്ടാവുന്നതാണ്. ആർക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച് 2000-ലധികം ഹദീസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്ന സഹാബിയാണ്. അബൂ ഹുറൈറ അള്ളാന്റെ റസൂലിൽ നിന്ന് ഈ ഹദീസുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് വരെ ഒന്നരാടനായിരുന്നു പോയിരുന്നത്. ഒരു സഹാബിയുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ഒരു ദിവസം ഞാനിരിക്കും റസൂലുള്ളാഹിന്റെ മുന്നിൽ, നിങ്ങൾ തൊഴിലിന് പോവുക, അതിലെ വേദന നമുക്ക് 2 പേർക്കും എടുക്കാം. പിറ്റേ ദിവസം ഞാൻ പോകാം, നിങ്ങൾ പ്രവാചകന്റെ മുന്നിൽ ഇരിക്കണം. അങ്ങനെ ഇസ്ലാം പഠിച്ച അബൂ ഹുറൈറയാണ്. ഒരുപാട് സൂക്ഷ്മതയുടെ കാര്യത്തിൽ അത്ഭുതങ്ങളായിരുന്നു. അബൂ ഹുറൈറയുടെ അടുക്കൽ ഒരിക്കൽ ഒരു സ്വർണ്ണ നാണയത്തിന്റെ കിഴി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഒരാൾ, അദ്ദേഹത്തെ പരീക്ഷിക്കാൻ. ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി, ആഗതൻ തിരിച്ചുപോയി. അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, ആള് മാറിപ്പോയതാണ്, നിങ്ങൾക്കല്ലായിരുന്നു അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദര, എൻ്റെ ഏറെ കാലത്ത് ആഗ്രഹമായിരുന്നു ജനങ്ങൾക്ക് സമ്പത്ത് ഇങ്ങനെ കൊടുക്കാൻ. അബൂ ഹുറൈറ അത്രയും പാവപ്പെട്ടവനായിരുന്നു. നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയുടെ പുറത്തിങ്ങനെ കൈകെട്ടി നിന്ന് എല്ലാവർക്കും സലാം ചൊല്ലി വിശേഷങ്ങൾ, കുശലാന്വേഷങ്ങൾ അന്വേഷിക്കും. എന്തിനെന്നറിയോ? അദ്ദേഹം പറയാറുണ്ട്, വിശന്നിട്ട് ആരെങ്കിലും എന്നെ ഭക്ഷണത്തിന് കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കും. റസൂലുള്ളാഹിക്ക് അത് മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹി പറയും, ഇന്ന് ആരെങ്കിലും ഒന്ന് അബൂ ഹുറൈറയെ കൊണ്ടുപോകണേ. അത്രയും ദരിദ്രനായ അദ്ദേഹത്തിന് ഈ കിഴി കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ യാഗതൻ തിരിച്ചു വന്ന് ചോദിച്ചു, ആ കിഴി ആള് മാറിപ്പോയതാ, തിരിച്ചു തരണം. അബൂ ഹുറൈറയുടെ മറുപടി എന്താ? എൻ്റെ ഏറെക്കാലത്ത് അഭിലാഷമായിരുന്നു ദാനധർമ്മം ഇങ്ങനെ ഒന്ന് ചെയ്യാൻ. നിങ്ങൾ ആ കിഴി കൊണ്ടുവന്ന ഉടനെ, ആ സെക്കൻഡിൽ ഞാനത് പാവങ്ങളായ ആളുകൾക്ക് കൊടുത്തു കളഞ്ഞു. ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് വേതനം കിട്ടിയാൽ ഞാൻ അദ്ദേഹത്തിന് ഇത് കടം വീട്ടി തീർത്തോളാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞാണ് പറഞ്ഞേച്ചത്. ഈ അബൂ ഹുറൈറയ്ക്ക് എന്നും ഒരു സങ്കടമുണ്ടായിരുന്നു. അബൂ ഹുറൈറ വരും, റസൂലുള്ളാഹിന്റെ സന്തത സഹചാരിയാണ്, പ്രവാചകന്റെ കൂടെ ചേർന്ന് നിന്ന സഹാബിയാണ്. പക്ഷെ എന്നും കരഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് പറയും, അല്ലാഹുവിന്റെ റസൂലേ, ഒറ്റ സങ്കടമേ ഉള്ളൂ, എൻ്റെ ഉമ്മ നമ്മുടെ ആദർശത്തിലേക്ക് വന്നിട്ടില്ല.
ഉമ്മക്ക് നിസ്കാരമില്ല, ഉമ്മ ബഹുദൈവ വിശ്വാസിയാണ്, ഉമ്മക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ല, എന്നും കരയും. റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറയും. എല്ലാ ദിവസവും ഇതായിരുന്നു പ്രശ്നം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സങ്കടം സഹിക്കാനാവാതെ പ്രവാചകൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. ആ ചരിത്രത്തിൽ പറയുന്നുണ്ട്. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഉമ്മ കുളിക്കുന്നു. ഉമ്മ സലാം മടക്കി തിരിച്ചു വന്ന് കെട്ടിപ്പിടിച്ച് മഹാനായ അബൂ ഹുറൈറയോട്, നമ്മുടെ റബ്ബ് ഏകനായ റബ്ബാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ കലിമത്ത് ഷഹാദ ചൊല്ലി മുസ്ലിമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് വിശ്വാസത്തിൽ ഹിദായത്ത് എത്താത്തവർ, ആദർശത്തിൽ, സൽക്കർമ്മങ്ങളിൽ, സൽസ്വഭാവങ്ങളിലൊക്കെയും ഹുദയിൽ യഥാർത്ഥ സന്മാർഗത്തിൽ എത്താത്തവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും സന്മാർഗത്തിലെത്താനുള്ള കാരണക്കാരായി നമുക്കൊക്കെയും പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തഖ്വല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ തഹനിയ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും നമുക്ക് കിട്ടിയ ഈ സന്മാർഗം നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എത്തിക്കാനുള്ള ശ്രദ്ധയിലേക്ക് നമ്മളെല്ലാവരും ഒന്ന് മുന്നോട്ട് വരാനും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, വൃത്തികെട്ട കുറേ ആശയത്തിലും കുറേ സംസ്കാരത്തിലുമായി ജീവിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഈ പഴച്ചല്ലോ എന്ന് നമുക്ക് വിശേഷം പറയാൻ വേണ്ടിയിട്ടല്ല അവരൊന്നും നമ്മുടെ ചുറ്റിൽ ജീവിക്കുന്നത്. നമ്മൾ ഏറ്റവും നന്നായല്ലോ, രക്ഷപ്പെട്ടല്ലോ, നമുക്കായിരിക്കും സ്വർഗമെന്ന് വിചാരിച്ച് അഭിമാനത്തോടു കൂടി ജീവിച്ച് എല്ലാം നഷ്ടപ്പെടുന്നവരാകാനുമല്ല ആ ഒരു സാഹചര്യം നമുക്ക് തന്നിട്ടുള്ളത്. മറിച്ച് ഏതൊരാളുടെയും വലാലത്ത് കാണുന്ന സമയത്ത് പ്രയാസം അനുഭവിക്കുന്നവരായി നമ്മൾ മാറുക എന്നത് പ്രയാസം നമുക്കെല്ലാവർക്കും ബാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹിദായത്ത് ഒരിക്കലും എളുപ്പമല്ല. ഹിദായത്ത് അള്ളാഹു നൽകേണ്ടതാണ്. എന്നാൽ അതിലേക്കുള്ള വഴി തുറക്കുകയും ക്ഷണിക്കുകയും ചെയ്യുക എന്നത് നമുക്ക് എല്ലാവർക്കും ബാധ്യതയുള്ളതാണ്. കുറേ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്, ചില ആളുകൾ പിന്നെ ഏകാന്തനായി ജീവിക്കുന്നു ചില നാടുകളിൽ, ചില ഫ്ലാറ്റുകളിൽ, ചില റൂമുകളിൽ. പക്ഷെ അവർക്ക് ദീനുണ്ട്. അവർ സൂക്ഷ്മാലുക്കളായി തുടരുന്ന ആളുകളുണ്ട്. ഏത് ഒറ്റക്കുള്ള യാത്രയിലും ലോഡ്ജിലും അവരുടെ ഫ്ലാറ്റുകളിലും അള്ളാഹനെ സൂക്ഷിച്ച് ഒറ്റക്കൊരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പം ഒരു വീടിന്റെ മുകളിലത്തെ ടെറസിൽ ഒരു പെയിന്റ് അടിക്കുന്ന ഒരു മനുഷ്യനെ എടുത്തു നോക്കിയാൽ അവന്റെ നമസ്കാരത്തിന്റെ സമയമെത്തിയാൽ ആ വീട്ടിന്റെ മുകളിൽ നിന്നെങ്കിലും നമസ്കരിച്ചുകൊണ്ട് സത്യസന്ധമായി ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ മക്കയിലെ പ്രവിശാലമായ ഹറമിന്റെ സമീപത്ത് വർഷങ്ങളോളം കച്ചവടം ചെയ്തിട്ടും ഒരിക്കൽ പോലും ഒരു ഉംറ നിർവഹിക്കാനോ ഒരു ഹറമിൽ കയറി നമസ്കരിക്കാനോ ഭാഗ്യം ലഭിക്കാത്ത ഹതഭാഗ്യരുണ്ട്. ഭാഗ്യം ലഭിക്കാഞ്ഞിട്ടല്ല, ഹിദായത്തില്ല അവർക്ക്, ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം അവർക്ക് ലഭിച്ചിട്ടില്ല. എന്ന് പറഞ്ഞില്ലേ, അവരുടെ ഹൃദയത്തിൽ എന്താണ് സീല് വെക്കപ്പെട്ടതുപോലെ അവർ അശ്രദ്ധരാണ്. അവർ ഒരൽപ്പമല്ലാതെ അള്ളാഹുവിനെ ഓർക്കുന്നു പോലുമില്ല. 5 നേരം നമസ്കാരത്തിന് ബാങ്കുലി കേൾക്കുമ്പം ഈ മനുഷ്യന്റെ മനസ്സിൽ പിശാച് കൊണ്ടുപോയി നമസ്കരിക്കാൻ ആളായി, ആളെത്തും, ഇപ്പൊ കച്ചവടം തുടങ്ങാം, ആളുകൾ വരും, എനിക്ക് ഒരുപാട് സമ്പാദിക്കാനുള്ള സമയമായി. ആ 5 നേരങ്ങൾ ഭൗതികമായി സമ്പാദിക്കാനുള്ള സമയത്തിന്റെ അലാറമായി ശൈത്താൻ ആ ബാങ്കിൽ അവന്റെ ചെവിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു. മക്കയിലുള്ള സംഭവം ഞാൻ പറയുന്നു. മക്കയിലും മദീനത്തും ഏറ്റവും മനോഹരമായി 1,00,000 പ്രതിഫലമാണ് മക്കത്ത്. 1,00,000 ഒരു ജമാഅത്തിന്, ഒരു നമസ്കാരത്തിന് 1,00,000. പണ്ഡിതന്മാർ പറഞ്ഞത് സുന്നത്തുകൾക്ക് വരെ ആ പ്രതിഫലത്തെ പ്രതീക്ഷിക്കാമെന്നാണ്. എന്നാൽ അവിടെ താമസിക്കുന്നവന്റെ കഥ ഇതാണ്. ഇനി അവിടെ 14 ദിവസത്തേക്ക്, ഒരു മാസത്തേക്ക് ഉംറക്ക് പോകുന്ന പലരുടെയും അവസ്ഥ എന്താ? പലരെയും ലോഡ്ജിൽ പിശാചുക്കൾ കെട്ടിയിരിക്കുകയാണ്, പള്ളിയിലേക്ക് വിടാതെ. നിർബന്ധമില്ല, അവിടേക്ക് നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇവിടെ നിസ്കരിച്ചാളി, അതേ കൂലിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തേ അതേ കൂലിയാണ് ഇതെങ്കിൽ അവിടെയും പോയി നിസ്കരിച്ചൂടെ എന്ന് പോലും ചിന്തിക്കാനുള്ള ചാൻസ് അവർക്ക് കൊടുക്കുന്നില്ല. ആ ഹറമിൽ പോയി നമസ്കരിക്കുന്ന അതേ പുണ്യം നിങ്ങൾക്ക് റൂമിലുണ്ട് എന്ന് പറയുമ്പം റൂമാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് എങ്കിൽ പിന്നെ അവിടെ തന്നെ പോയിക്കൂടെ ചിന്തിച്ചൂടെ? അത്ര പോലും മൂള തുറക്കാൻ, ബുദ്ധി തുറക്കാനുള്ള അവസരം കൊടുക്കാതെ, നമസ്കരിപ്പിക്കാതെ, എന്താ പറയാ, ആ നാട്ടിലുള്ള പാവങ്ങളായ അർഹരായ ആളുകൾക്ക് സ്വതക്ക ചെയ്യിപ്പിക്കാതെ പലരും കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങളെല്ലാവരും മനസ്സ് തുറന്ന് എന്താ പറയാ, സ്വതസിദ്ധമായ ശൈലിയിലാണ് ദീനിനെ അളക്കേണ്ടതും തീരുമാനിക്കേണ്ടതും. നമ്മൾ പോക്കറ്റിലിട്ടിരിക്കുന്ന കർച്ചീഫ് പോലും ഏത് നിറം വേണമെന്ന് നമ്മളുടെ ഇണയോട് അഭിപ്രായം ചോദിച്ചാലും നമ്മളുടെ ഒരു ഇഷ്ടത്തിന്റെ പങ്ക് അതിൽ വെച്ചിട്ടേ നമ്മളത് പർച്ചേസ് ചെയ്യാറുള്ളൂ.
എങ്കിൽ ഈ മഹിതമായ ആദർശം തെരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കാൻ മാത്രം ശൗര്യമുണ്ടായ, പ്രവാചകനെ കൊല്ലാൻ വീട് ചുറ്റും സർവ്വസായുധരായിക്കൊണ്ട് വീട് വളഞ്ഞ വിഭാഗമുണ്ടായിരുന്നില്ലേ? റസൂലുള്ളാഹ് ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന് പറഞ്ഞപ്പോഴാണ് അലിയാർ തങ്ങൾ, റസൂലെ നിങ്ങൾ രക്ഷപ്പെട്ടോളി, നിങ്ങൾ കിടക്കുന്ന കട്ടിലിൽ ഈ അലിയാർ തങ്ങൾ കിടന്നോളാം എന്ന് പറഞ്ഞ് പ്രവാചകന്റെ പുതപ്പിനടിയിൽ കിടന്നുകൊടുത്ത ആ മഹോന്നതനായ സഹാബി ഈ പ്രവാചകൻ മരണപ്പെടരുത് എന്ന് വിചാരിക്കാൻ കാരണം, സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒളിഞ്ഞിരിക്കുമ്പോൾ അവർ ഒളിച്ചിരിക്കുന്ന ഗുഹയുടെ അടുക്കൽ പട്ടാളക്കാരുടെ സർവായുധ സജ്ജരായ ശത്രുക്കളുടെ കാലടിപ്പാടുകളും കാലുകളും അവരുടെ സൗറിന്റെ ആ മുഖഭാഗത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലെ നമ്മൾ കുടുങ്ങും എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ശരീരത്തിന്റെ മുന്നിലേക്ക് തന്റെ കൈകൾ വെച്ച് തടസ്സം വെച്ച അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയും ജീവിക്കണമെന്ന് വിചാരിക്കാൻ കാരണം, പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും രണ്ടുപേർക്ക് ഹിദായത്ത് കിട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന സുഹൃതവും അറിവും അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയായിരുന്നു. എന്നിട്ട് ഈ വിഭാഗം ആളിലെ പ്രവാചകനെ എന്നും പരിഹസിക്കുന്ന ഒരു കുട്ടി രോഗിയായി കിടക്കുന്ന സമയത്ത് റസൂലുള്ള കയറി ചെന്ന്, നിങ്ങൾ നോക്കി, തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് പ്രവാചകൻ പോവുകയാണ്. എന്നിട്ട് മരണാശയ്യയിൽ നിഷ്ക്രിയരായി നിൽക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെടുത്ത്, ഒന്നും ചെയ്യാനില്ല അവർക്ക്. പ്രവാചകൻ പറഞ്ഞു, യാ ബുനയ്യ അസ്ലിം, കുട്ടി നീ ഇസ്ലാം സ്വീകരിക്കണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് മോനെ. ആ കുട്ടി വളരെ എന്താ പറയാ, ആളുകൾ ഇങ്ങനെ നിഷ്ക്രിയനായിക്കൊണ്ട് നോക്കി, ഒന്നും ചെയ്യാനില്ല. ആ മാതാപിതാക്കൾക്കൊന്നും പറയാനില്ല. ആ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ മകൻ മരണത്തിന്റെ മുമ്പ് കലിമത്തു ഷഹാദ ചൊല്ലിയല്ലോ എന്ന് സന്തോഷത്താൽ കണ്ണീരൊഴുക്കി പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, ഒരുപാട് മൂത്താപ്പമാരുണ്ട് ഈ പള്ളിയിൽ. റസൂലുള്ളാഹിന്റെ മൂത്താപ്പ മരണാശയ്യയിൽ കിടക്കുമ്പോൾ പ്രവാചകനെ തന്റെ ഉമ്മയില്ലാത്ത വാപ്പയില്ലാത്ത ആ സമയത്ത് തന്നെ പോറ്റി വളർത്തിയ മൂത്താപ്പ ഇസ്ലാമിലേക്ക് ആദർശത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നു. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. ഞാൻ അനുബന്ധമായിട്ട് പറയാണ്, നമ്മുടെ കൂടെ ജീവിക്കുന്ന വാപ്പയും ഉമ്മയും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും മരണാശയ്യയിൽ കിടക്കുമ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ മടിക്കുന്നവരാ നമ്മൾ പലരും. ചില ആളുകൾ പറയും, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലല്ലേ, മൂപ്പർക്ക് പേടിയാവുന്നു. എന്താ പാട്ടിട്ട് കൊടുക്കാനാണോ? മൂപ്പരെ സന്തോഷിപ്പിച്ച് ഡാൻസ് കളിച്ച് പറഞ്ഞേക്കാനാണോ ഉദ്ദേശം? അയാൾ നമ്മൾ വിചാരിക്കുന്ന ലോകത്തല്ല ആ മനുഷ്യർ ആ സമയത്ത് ഉണ്ടാകുന്നത്. മരണാശയ്യയിൽ അവർ മലക്കുകളുടെ സാന്നിധ്യം അറിയുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാനുള്ള വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നവർ തിരിച്ചറിയുന്നു. അതിന്റെ അടയാളങ്ങൾ അവർ ഹുദയിലേക്കാണെങ്കിൽ, അവർ ഫുജൂറിലാണെങ്കിൽ, തഖ്വയിലാണെങ്കിൽ അതെല്ലാം തുറക്കപ്പെടുന്ന വല്ലാത്തൊരു സന്ദർഭത്തിൽ നിങ്ങൾ ആരൊക്കെയുണ്ട് റൂമിലെന്ന് വിചാരിക്കുന്ന തിരക്കിലല്ല അയാൾ. ആ മരണാശയ്യയിൽ കിടക്കുന്ന ആൾ, അയാൾക്ക് വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശബ്ദവും ഉച്ചാരണവുമാണ് അവിടെ. പലരും പറയും, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കല്, മൂപ്പർക്ക് പേടിയാവും, മരിക്കുന്നു തോന്നിപ്പിക്കാൻ വേണ്ടിയത്. ജീവനോട് ആരോഗ്യത്തോടെ നടക്കുന്നവനെ വരെ മരിക്കുന്നു തോന്നിപ്പിക്കാൻ വേണ്ടിയത്. മനസ്സിലായോ? ജിംനേഷ്യം നടത്തുന്ന മനുഷ്യനെ, കരാട്ടക്കാരനെ, ഒളിമ്പിക്സിൽ വിജയിക്കുന്നവനെ ഓൻ മരിക്കുന്ന നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്. പിന്നെ മരണാശയിൽ കിടക്കുന്നവനെ ജനിക്കുന്നതാണ് ഓർമ്മിപ്പിക്കേണ്ടത്. അവിടെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കും. മുത്താപ്പാക്ക് ഒരുപാട് ചൊല്ലിക്കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലിയില്ലാതെ കരഞ്ഞുകൊണ്ട് പ്രവാചകൻ ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമ്മുടെ പ്രിയതമ, നമ്മുടെ ഇണ ചിലപ്പോൾ നമ്മളുടെ സെയിം ആദർശത്തിലേക്ക് വന്നിട്ടുണ്ടാവില്ല. നമ്മുടെ സൂക്ഷ്മതയും തഖ്വയും ഒന്നും ഉണ്ടാവില്ല. പ്രധാനമായി അതിനൊരു കാരണം എന്താണെന്നറിയോ? നമ്മൾ 5 നേരം പള്ളിയിൽ വരുന്ന, ആഴ്ചയിൽ ഒരു ഖുതുബയെങ്കിലും മനസ്സിലാകുന്ന ഭാഷയിൽ കേൾക്കുന്ന നമ്മുടെ ദീനത്ര ഉണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതൊന്നും കേൾക്കാതെ അടുക്കളയിൽ അലക്കുകല്ലുമായിട്ട് കൂടുന്ന ഉമ്മമാർക്ക് എവിടുന്നാ പ്രിയപ്പെട്ടവരെ ദീനിന് വോൾട്ടേജ് കൂടുക? എവിടുന്നാണ് അവർക്ക് ചരിത്രം കേൾക്കാൻ കഴിയുക? എവിടുന്നാണ് അവർ ഹിദായത്തിലാകുക? ചില ഖുതുബകൾ കേൾക്കുമ്പോൾ എന്റേതല്ല, പലരുടെയും ചില ഖുതുബകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല, എന്റെ ഓള് കേൾക്കേണ്ട ഖുതുബായിരുന്നു, ഇതൊന്നും നിന്റെ ഓളെ കേൾപ്പിക്കണം. അവർക്ക് കഴിയില്ല. നിങ്ങൾ ഏത് വീഡിയോ റെക്കോർഡ് കൊടുത്താലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇതിനൊരു നിശ്ചയ സമയമുണ്ട്, അതിനൊരു സാധ്യതയുണ്ട്. അതിനൊക്കെ തുലം കുറവാണ് സാധ്യതകൾ. എന്നാൽ മനോഹരമായ ഖുതുബ കേട്ട് വികാരം കൊണ്ട് കരഞ്ഞെണീറ്റ് പോകുന്ന നമ്മുടെ ദീനിന്റെ അവസ്ഥ എന്താ? എങ്കിൽ പിന്നെ ഇത് കേൾക്കാത്ത സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? മനസ്സിലാകാത്ത ഭാഷയിൽ ഖുതുബ കേൾക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് എന്താണ് ലഭിക്കുക? ഇന്ന് ഈ മസ്ജിദ് സൗദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരോട് ഇന്ന് ഏത് വിഷയമായിരുന്നു ഖുതുബയിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. മറ്റേതെങ്കിലും ഭാഷയ്ക്കല്ല പരിക്ക്. നമ്മൾക്ക് ആ ഭാഷ അറിയാത്തിടത്തോളം കാലം ആ ഭാഷയിൽ സംസാരിക്കുന്നതിൽ കാര്യമില്ല എന്നതാണ്. എന്താ? വമാ അർസൽനാ മിർ റസൂലിൻ
ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അള്ളാഹു ഒരു റസൂലിനെയും അയച്ചിട്ടില്ല അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നവനായിക്കൊണ്ടല്ലാതെ. പല ആളുകളുടെയും ധാരണ പ്രവാചകന്മാർ പോലും എല്ലാവരും അറബിയിൽ സംസാരിച്ചോളെന്ന. 10ൽ കുറവുള്ള, സൂക്ഷ്മതക്കാൻ ഞാൻ 10 പറയുന്നത്, 6 ഉള്ളൂ ഏകദേശം. 10ൽ കുറവുള്ള സഹാബികൾ അറബി സംസാരിച്ചിട്ട് പോലും ഉള്ളൂ. ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പൊ അറബി ഭാഷയിൽ സംസാരിക്കുക എന്നത് പ്രയാസമല്ല. ഞാൻ അറബി അറിയുന്ന ആളുകളും നിങ്ങൾ എല്ലാവരും അറബി മനസ്സിലാക്കുന്ന ആളുകളുമാണെങ്കിൽ ഒന്നാമത്തെ ലുഗത്തുൽ അറബിയ തന്നെയാണ് ഒന്നാമത്തെ ഭാഷ, ഒരു സംശയമില്ല. ഞാൻ ഇത് പറഞ്ഞു വന്നത് ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കണമെങ്കിൽ അതിന്റെ ഉപദേശങ്ങൾ അവർ കേൾക്കണം, ആ പുസ്തകങ്ങൾ വായിക്കണം, വായന ശീലമാക്കണം. നമ്മൾ ആ കാര്യങ്ങളൊക്കെയും ഷെയർ ചെയ്യുന്നതിലേക്ക് പോകണം. ഏതെങ്കിലും ഒരു കോമഡി മാത്രം ഷെയർ ചെയ്യുന്നവരായി മാത്രം ജീവിച്ചു മരിക്കരുത് പ്രിയപ്പെട്ടവരെ. നല്ല ഇഖ്ലാസുള്ള, തഖ്വയുള്ള, കലർപ്പില്ലാത്ത തൗഹീദുള്ള, നല്ല ആദർശമുള്ള, നല്ല മഹത്തരമായ ഭാഷയിൽ സംസാരിക്കുന്ന, നല്ല സ്വീകാര്യതയുള്ള, എല്ലാ നിലക്കും തെളിവുകൾ പറയുന്ന ആളുകളുടെ സംഭാഷണങ്ങൾ, ഉപദേശങ്ങൾ നമ്മുടെ ഭാര്യയെ കേൾപ്പിക്കും. അവർക്കുള്ള പോരായ്മകൾ അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സഹകരിക്കും. 950 കൊല്ലം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിട്ടുണ്ടായിട്ടില്ല ഹിദായത്ത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ഖുതുബയിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആളുകൾക്ക് ഈ മഹിതമായ ആദർശത്തിലേക്ക് ക്ഷണിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളുള്ള ആളുകളുണ്ട്, സ്വകാര്യമായ രോഗങ്ങളുള്ള സ്ത്രീകളുണ്ട്, പരിക്കുകളുള്ള ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ശിഫ നൽകുമാറാവട്ടെ. മാനസികമായി പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. ഒരേ പരീക്ഷണങ്ങൾ വർഷങ്ങളോളം നെഞ്ചേറ്റിയിട്ട് മനസ്സ് മടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവരുടെ മനസ്സെല്ലാം വിശാലമാക്കി സന്തോഷത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അവർക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. اللهم إنا نسألك الجنة ونعوذ بك من النار. رب ارحمهما كما ربعونا صغارا توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.